Welcome to a brand new episode of our big experience. ഇത് ദുബായിക്ക് തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. That's right. And കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും ഞാനും അർഫാസ് മാത്രമായിരുന്നു നൈലയിലായിരുന്നു സ്റ്റാർ വാർസ് കാണാൻ വേണ്ടി പോയി. പക്ഷേ ഇത്തവണ ഒരു ഡിഫറെന്റ് ടൈമിൽ തന്നെയാണ് ഞങ്ങൾ ദുബായിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ? That's right. Okay, now ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലുള്ള സബീൽ പാർക്കിലാണ്. സബീൽ പാർക്കിന്റെ ഗേറ്റ് നമ്പർ 6-ലും 7-ലും വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ കാണുന്ന പോലെയല്ല, എവിടെ നോക്കുകയാണെങ്കിലും ഗ്ലോ ആണ്. ഇത് ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് വേണ്ടി മാത്രമുള്ള എക്സ്പീരിയൻസ് ആണ്. സോ ടുഡേ വി ആർ ആക്ച്വലി സ്റ്റാൻഡിംഗ് അറ്റ് സബീൽ പാർക്ക്. This is called the Dubai Garden Glow. പാർക്കിലിവിടെ ഗ്ലോ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഫുഡ് കണ്ടപ്പോഴത്തേക്കും രണ്ടുപേരും ഭക്ഷണം വാങ്ങിച്ച് തിന്നാൻ തുടങ്ങി. നല്ല ഫ്രൈഡ് റൈസ്. എന്റെ നൂഡിൽസ് ആണ്. അയ്യോ ഇത് ഫ്രൈഡ് റൈസ് അല്ലേ, സോറി ഇത് നൂഡിൽസ്. ജോണിന് ഇപ്പൊ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ മറ്റേ ലിക്വിഡ് ഫുഡിലല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിച്ച് വിശപ്പിനെ അതിജീവിച്ച് തരും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വിശപ്പിനെ ഞങ്ങള് കഴിച്ച് തീർത്തിട്ട് നമ്മള് ഫുഡ് ഇവിടെ ഇത് നമ്മൾ ഫുഡ് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗ്ലോ ഗാർഡനിൽ ഫുഡ് കോർട്ടും ഉണ്ട്. ഫുഡ് കോർട്ട് ഏരിയ മൊത്തം ഒരു സൈഡിലേക്കാണ്. അവിടെ എല്ലാ കൈൻഡ് ഓഫ് ഡിഷസും ട്രൈ ചെയ്യാം. ചൈനീസ്, ഇന്ത്യൻ, കബാബ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട്. ഈ തണുപ്പത്ത് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ ഐസ്ക്രീം കഴിക്കാൻ? ഓക്കെ, ഈ ഫുഡ് കോർട്ടിൽ നമ്മൾ നേരെ പോകുന്നത് ടോക്കിംഗ് ട്രീയിലേക്കാണ്. സോ ലെറ്റ്സ് ഗോ ടു ടോക്കിംഗ് ട്രീ. ഓൾറൈറ്റ്, നമ്മളിപ്പം ടോക്കിംഗ് ട്രീയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചാലും ട്രീ തിരിച്ച് സംസാരിക്കും എന്ന് പറയുന്നു. ഹായ്, ഹലോ. പേടിപ്പിക്കുന്ന സ്ഥലത്താണ്. That's right. So far നമ്മള് ഗുഡ് ഡിനോസറിനെ മാത്രമേ നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ബാഡ് ഡിനോസേഴ്സിനെ കാണാൻ വേണ്ടി പോവാണ്. Dubai Garden Glow, if you actually see, ഓരോ സ്ഥലവും ഇവർ ഓരോ തീമിലാണ് ചെയ്തിരിക്കുന്നത്. We just crossed the dinosaur theme and right now we are at സഫാരി തീം. ആനിമൽ സഫാരി ബേസിക്കലി. ഓരോ രാജ്യങ്ങളുടെ ആനിമൽസിന്റെ സഫാരീസ് ആണ് ഇവർ കൊണ്ടാക്കുന്നത്. This side if you actually see, you can see the bears and the deer. Yeah. അങ്ങനെ ഓരോ സൈഡിൽ വ്യത്യസ്തമായ ആനിമൽസ് ആണ്. ഇതാണ് ഓ മൈ ഡിയർ ബെയർ എന്ന് പറയുന്നത്. നമ്മൾ ഹോളണ്ടിൽ ആംസ്റ്റർഡാമിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകളെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്യൂലിപ്സ് എന്ന് പറയുന്നത്, ഗോൾഡൻ ട്യൂലിപ്സ്. സോ ട്യൂലിപ്സ് ഇവിടെ ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രസം പോവും, നമുക്ക് കാണിച്ചു തന്നെ പോകും. ഗോൾഡൻ ആണോ വേറെ എന്തെങ്കിലും കളറാണോ നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. സാധാരണ ഈ ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണല്ലോ, കാരണം നമ്മൾ വന്ന് കടിക്കും. പക്ഷെ ആ കടിക്കുന്ന ഉറുമ്പുകളെ വരെയും എത്ര മനോഹരമായിട്ടാണ് ഈ ഗാർഡൻ ഗ്ലോയിൽ വെച്ചിരിക്കുന്നത്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് കേട്ടിട്ടില്ലേ? ഉറങ്ങാനുള്ള ജോലി എന്നാണ്. പറഞ്ഞെടുത്താലവിടെ നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്? കുറെ ഒട്ടകങ്ങൾ വരുന്നു, ഒട്ടകങ്ങൾ പാട്ട് തുടങ്ങി. കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദുബായ് എലമെന്റ് വരണം. അപ്പൊ അതിനാണ് ഇവര് ഗ്ലോ ഗാർഡനിൽ അതേ ഫീൽഡിൽ തന്നെ ബുർജ് ഖലീഫയും കൂടെ കൊടുത്തിരുന്നത്.
ഈ ബുർജ് ഖലീഫയ്ക്ക് മുമ്പ് നമ്മൾ വേറെ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. വേറെ പല സ്ഥലത്തുമുള്ള പല മോണ്യുമെന്റ്സ് ആണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അറേബ്യൻ സഫാരി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആഫ്രിക്കൻ സഫാരി ഉണ്ടായിരുന്നു. അതുപോലെ ദുബായ് അബുദാബി ഗ്രാൻഡ് മോസ്ക് അവർ ഉണ്ടായിരുന്നു. നമ്മൾ അതാണെന്നാണ് വിചാരിക്കുന്നത് ഒരു മോസ്കിന്റെ. ഐ തിങ്ക് യു ഹാവ് ടു ബി ഹിയർ ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഏരിയ യു ഹാവ് ടു വാക്ക്. ഒരു ഈവനിങ് വാക്കുമായി 60 dirhams if you pay നമുക്ക് കണ്ണ് നിറയെ കാഴ്ചകൾ കാണാൻ പറ്റും. When we said about this on radio that ഇത് 60 dirhams കൊടുത്താലാണ് ഇതിനകത്ത് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ 60 dirhams കൊടുത്ത ആൾക്കാർ എൻട്രി ചെയ്യും. But you know എത്ര ആൾക്കാരാണ് കഴിഞ്ഞ വീക്കെൻഡ് 25,000 ആൾക്കാരുണ്ടായിരുന്നു ഓരോ ദിവസവും. സിൻസ് ടുഡേ ഈസ് എ വീക്ക് ഡേ. അപ്പോൾ എന്നിട്ട് പോലും ഇത്രയും ക്രൗഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല, ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്ലേ ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പുറത്തുള്ള ഫുഡ് ഇവിടെ അകത്തേക്ക് അവർ കൊണ്ടുവരാൻ സമയം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫെൻസ് ക്രോസ് ചെയ്ത് കടക്കരുത്, സെക്യൂരിറ്റി ഉണ്ട്. എന്നെ വഴക്ക് പറഞ്ഞു ഒരു സെക്യൂരിറ്റി, ഞാനത് ഓർത്ത് വെച്ചിട്ടുണ്ട്. Okay, so on the big experience today, we very strongly recommend. This is Dubai Garden